ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ഗീതാ ഗോവിന്ദം പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഒരു പ്രമോല് നമ്മുടെ ഗോവിന്ദ് നമ്മുടെ രാധികാമ്മ അറക്കിലുള്ള സകലരെയും വിളിച്ചിട്ട് പറയുന്നുണ്ട്, ആ ഒരു പ്രൊജക്ട് ചോർന്നിട്ടുണ്ട്. അത് ഈ വീട്ടിലത്തെ ഒരാൾ തന്നെയാണ് ചോർത്തിയത്. ഗീതുവിന്റെ മെയിൽ ഐ ഡിയിൽ നിന്നുമാണ് ആ ഒരു പ്രൊജക്ട് ചോർന്നിരിക്കുന്നത് എന്നൊക്കെ നമ്മുടെ രാധികാമ്മയോടും വരുണിനോടും നമ്മുടെ ഗീതുവിനോടും എല്ലാവരോടും പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഗീതു ആകെ ഞെട്ടി നിൽക്കുക, ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ള രീതിയിൽ. അപ്പൊ ഗീതുവിന്റെ ലാപ്പ് നോക്കുമ്പോൾ ശരിയാണ്, ഗീതുവിന്റെ മെയിലിൽ നിന്നും ആ ഒരു പ്രൊജക്ട് സെൻഡ് ആയിട്ടുമുണ്ട്. അപ്പൊ നമ്മുടെ രാധികാമ്മയും വരുണും, അന്ന് വരുൺ ആണല്ലോ നമ്മുടെ ഗീതുവിന്റെ ലാപ്പ് അടിച്ചു മാറ്റി ഇപ്പൊ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചത്. അപ്പൊ നമ്മുടെ രാധികാമ്മ പറയുന്നുണ്ട്, നിന്റെ ലാപ്പ് ഇങ്ങോട്ട് തന്നേക്ക്, നീ തെളിവുകളൊന്നും നശിപ്പിക്കാൻ നോക്കണ്ട എന്നൊക്കെ പറഞ്ഞ ലാപ്പ് നമ്മുടെ ഗീതുവിന്റെ കയ്യിൽ നിന്നും നമ്മുടെ രാധികാമ്മ മേടിച്ചു വെക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ വരുൺ ആണെങ്കിൽ ഒടുക്കത്തെ ഷോ, ഭയങ്കര ഷോ. നമ്മുടെ ഗീതുവിനെ കൊങ്ങൊക്കെ പിടിച്ചിങ്ങനെ തള്ളി പുറത്താക്കാൻ നോക്കുമ്പോൾ ഇങ്ങനെ കൊങ്ങയ്ക്ക് പിടിക്കാൻ ഇങ്ങനെ കൈ പൊക്കുമ്പോൾ തന്നെ നമ്മുടെ ഗോവിന്ദ് ആ കൈ പിടിച്ച് തടയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി എന്തൊക്കെയോ നമ്മുടെ ഗോവിന്ദിന് എന്തൊക്കെയോ പ്ലാൻ ഉണ്ട്. നമ്മുടെ ഗോവിന്ദ് അങ്ങനെ നമ്മുടെ ഗീതുവിനെ അവിശ്വസിക്കാൻ സാധ്യതയില്ലാതില്ല എന്നാ തോന്നുന്നു കേട്ടോ. എന്തായാലും സാധ്യതയില്ല. ഇത്ര നാളത്തെ ഒരു സ്നേഹവും വെച്ച് നോക്കുമ്പോൾ ആ ഒരു ഗീതുവിനോടുള്ള ഒരു സാമീപ്യം വെച്ച് നോക്കുമ്പോൾ ഗീതുവിനെ അവിശ്വസിക്കാൻ നമ്മുടെ ഗോവിന്ദ് എന്താ പറയാ തയ്യാറാകില്ല. ഇനി അവിടെ എന്തെങ്കിലും ട്വിസ്റ്റ് നടക്കുമോ എന്നും അറിയില്ല കേട്ടോ. കാരണം ഇത് പരമ്പര സീരിയലാണ്, നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റില്ല അല്ലെ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ കാഞ്ചനയുണ്ടല്ലോ, കാഞ്ചനൊക്കെ നമ്മുടെ ഗോവിന്ദിന്റെ മുറിയിൽ കയറിയിട്ട് ഗീതു ആ ഒരു സർപ്രൈസ്, ആ ഒരു നമ്മുടെ പ്രഗ്നന്റ് ആണ് എന്നുള്ള ഒരു ടെസ്റ്റ് നടത്തിയ ഒരു പേപ്പർ സൂക്ഷിച്ചിരിക്കുന്ന ഒരു സ്ഥലം, ആ ഒരു ഷെൽഫില് ഉള്ളിൽ കയറിയിട്ട് ആ ഒരു പേപ്പർ എടുത്ത് നോക്കുന്ന ഒരു രംഗവും നമുക്ക് ആ ഒരു പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതെനിക്ക് സത്യത്തിൽ മനസ്സിലായില്ല കേട്ടോ. കാഞ്ചനൊക്കെ എങ്ങനെ അറിഞ്ഞു ആ ഷെൽഫിൽ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ആ ഒരു പേപ്പർ ഉണ്ടെന്ന് വെച്ചാൽ കാഞ്ചനൊക്കെ കറക്റ്റ് ആയിട്ട് ആ മുറിയിലോ കറക്റ്റ് ആയിട്ട് ആ ഷെൽഫ് തുറന്ന് കറക്റ്റ് ആയിട്ട് ആ പേപ്പർ കൊടുക്കുന്നുണ്ട്. അപ്പൊ കാഞ്ചനക്ക് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിഞ്ഞു, എന്തിനാ മുറിയിൽ കയറി ഇതൊക്കെ നോക്കി എന്നുള്ളത് മനസ്സിലായിട്ടോ കേട്ടോ. അത് എപ്പിസോഡ് തന്നെ കാണണം കേട്ടോ. ആരെങ്കിലും ഇനി വഴി പറഞ്ഞു വിട്ടതാണോ, കാഞ്ചനയെ കൊണ്ട് പറഞ്ഞെടുപ്പിച്ചതാണോ, അതിന്റെ പിന്നിൽ ആ ഒരു രഹസ്യം എന്താണെന്ന് മനസ്സിലായില്ല കേട്ടോ. അത് നമുക്ക് കണ്ടു തന്നെ അറിയാം എന്തായാലും. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.